Ideas. Now we are discussing class or social class in cultural studies. Cultural studies എന്ന പേപ്പറിലെ മറ്റൊരു ടോപ്പിക്കാണ് വാട്ട് ഈസ് ക്ലാസ് ഓർ സോഷ്യൽ ക്ലാസ്. ഇതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. A social class is a hierarchical classification of persons in a society, and the classification can be based on account of wealth, political position or by birth. ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഹൈറാർക്കിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ്. ജനതയെ ശ്രേണിപരമായിട്ട് തിരിച്ചിരിക്കുന്നതിനെയാണ് സോഷ്യൽ ക്ലാസ് എന്നറിയപ്പെടുന്നത്. ഒരു സമൂഹത്തിൽ ജനതയെ തിരിച്ചിട്ടുണ്ട്, റിച്ച് ക്ലാസ്, പുവർ ക്ലാസ്, അങ്ങനെ തിരിച്ചിരിക്കുന്നതിൻ്റെ ആ ഒരു വേർതിരിവിനെയാണ് സോഷ്യൽ ക്ലാസ് എന്ന് പറയുന്നത്. അതിന് അങ്ങനെ തരംതിരിക്കാൻ പല കാരണങ്ങളുണ്ട്. ഒന്നുകിൽ സമ്പത്താകാം, അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ, പൊളിറ്റിക്കൽ പൊസിഷൻസ് ആകാം, അല്ലെങ്കിൽ ബൈ ബേർത്ത്, ജന്മം കൊണ്ട് അവര് ആ ഒരു കാറ്റഗറിയിൽ ജനിച്ചവരായിരിക്കും. അങ്ങനെയായിരിക്കാം ആ ഒരു വിഭജനം വന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ ഫ്രഞ്ച് വിപ്ലവ കാലത്ത് രാജാവ്, പ്രഭുക്കന്മാര്, സാധാരണ ജനങ്ങള്, അങ്ങനെ ആ മിഡിൽ ക്ലാസ് എന്നൊക്കെ പറഞ്ഞ ഓരോ ഡിവിഷൻസ് ഉണ്ടായിരുന്നു. അതേ നമ്മുടെ ഇന്ത്യയിലും ഉണ്ടായിരുന്നു ബ്രാഹ്മിൻസ്, ക്ഷത്രിയ, വൈശ്യാൻ, ശൂദ്ര എന്ന ആ ഒരു കാറ്റഗറി. അതേ രീതിയിൽ സമൂഹത്തിൽ ജനതയെ ശ്രേണിപരമായിട്ട് തിരിച്ചിരിക്കുന്നതിനെയാണ് ക്ലാസ് എന്നറിയപ്പെടുന്നത്. ആൻഡ് കാൾ മാർക്സ് ഡിഫൈൻഡ് സോഷ്യൽ ക്ലാസ് ആസ് എ സിസ്റ്റം ഇൻ വിച്ച് എ പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഡോമിനേറ്റ് ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ഇൻ എ സൊസൈറ്റി. കാൾ മാർക്സ് ആണ് ഈ ക്ലാസ് എന്ന വാക്ക് ഉപയോഗിച്ചത്. കാൾ മാർക്സ് ആണ്. അദ്ദേഹം പറയുന്നത് സോഷ്യൽ ക്ലാസ് എന്നത് ഒരു സിസ്റ്റം ആണ്. ആ സിസ്റ്റത്തിൽ there is a particular group that dominate the means of production. ആ ഉൽപാദന മാർഗങ്ങളെ ഡോമിനേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഉൽപാദന പ്രക്രിയയെ ആധിപത്യം പുലർത്തുന്ന ഒരു ക്ലാസ് ഉണ്ടായിരിക്കും. ആൻഡ് ആ ക്ലാസ് ആണ് ദേ ആർ ദ ഡോമിനന്റ് ക്ലാസ്, അല്ലെങ്കിൽ റൂളിംഗ് ക്ലാസ്, അല്ലെങ്കിൽ സോഷ്യൽ ക്ലാസ്. അവരാണ് ഈ റൂളിംഗ് ക്ലാസ് അല്ലെങ്കിൽ റിച്ച് ക്ലാസ് എന്നറിയപ്പെടുന്നത്. ആ ഡോമിനൻസി പുലർത്തുന്ന ക്ലാസ്സിനെയാണ്, ആ ഒരു വർഗമാണ് റിച്ച് ക്ലാസ് അല്ലെങ്കിൽ ഡോമിനന്റ് ക്ലാസ്. ആൻഡ് he greatly focused on the low class, which are given little consideration for their hard work. കാൾ മാർക്സ് കൂടുതലും ഫോക്കസ് ചെയ്തത് വർക്കിംഗ് ക്ലാസ്സിനെയാണ്, അല്ലെങ്കിൽ ലോ ക്ലാസ്സിനെയാണ്. പക്ഷേ ആ ലോ ക്ലാസ്സിന്റെ പ്രത്യേകത, ദേ ആർ ഗിവൺ ലിറ്റിൽ കൺസിഡറേഷൻ ഓഫ് ദെയർ ഹാർഡ് വർക്ക്. ഒരുപാട് കഠിനാധ്വാനികളാണ് അവര്. സമൂഹത്തിൽ ഈ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് തങ്ങളുടെ ആരോഗ്യവും സമയവും ഒക്കെ ചെലവാക്കുന്ന ഈ ജനത, ലോ ക്ലാസ് അല്ലെങ്കിൽ വർക്കിംഗ് ക്ലാസ്, അവർക്ക് പക്ഷേ യാതൊരു പരിഗണനയും കിട്ടുന്നില്ല. മുതലാളിമാർക്കാണ് അവരുടെ ആ ഒരു പ്രാധാന്യവും അവരുടെ സ്വത്തും ഒക്കെ. ഡോമിനൻസി കൂടുതലും ആ ഒരു ഹൈ ക്ലാസ്സിനാണ്. പക്ഷേ വർക്കിംഗ് ക്ലാസ് അവരുടെ ഭൂരിഭാഗം സമയവും ആരോഗ്യവും ഒക്കെ ചെലവാക്കുന്നെങ്കിലും ദേ ആർ ഗെറ്റിംഗ് ലിറ്റിൽ കൺസിഡറേഷൻ. പരിഗണന വളരെ കുറച്ച് മാത്രമേ, തീരെ കിട്ടുന്നില്ല എന്ന് തന്നെ പറയാം. സോ മാർക്സിസ്റ്റ് ആർഗ്യൂഡ് ദാറ്റ് ക്ലാസ് എക്സിസ്റ്റ് വേർ ദർ ഈസ് സിഗ്നിഫിക്കന്റ് എക്സ്ട്രാ പ്രോഡക്റ്റ്. എക്സ്ട്രാ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ എക്സ്ട്രാ പ്രോഡക്റ്റ് സമൂഹത്തിൽ നിലനിൽക്കുമ്പോഴാണ് ഈ ഒരു ക്ലാസ് എന്ന വിഭജനം വരുന്നത് എന്നാണ് മാർക്സിസം പറയുന്നത്. അതായത് റിച്ച് ക്ലാസ്, പുവർ ക്ലാസ് എന്നത് ഉണ്ടാകുന്നത് കുറച്ച് കൂടുതലായിട്ട് പ്രൊഡക്ഷൻ സമൂഹത്തിൽ ഉണ്ടാവുകയും ആ പ്രൊഡക്ഷന്റെ ആധിപത്യം ഒരു കൂട്ടം ആളുകൾ കൈയടക്കി വെക്കുകയും അതിലെ പരിഗണന അർഹിക്കാത്ത, അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി, ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനത ഉണ്ടാവും. അങ്ങനെ പ്രൊഡക്ഷൻ കൂടുമ്പോഴാണ് ഈ ഒരു ഹൈറാർക്കി അല്ലെങ്കിൽ ക്ലാസ് ഉണ്ടാകുന്നതെന്നാണ് മാർക്സിസം പറയുന്നത്. And according to Marx, the war of classes is between those who controlled production and those who produced goods and services. കാൾ മാർക്സ് പറയുന്നത് പ്രൊഡക്ഷൻ മേഖലയിൽ ആധിപത്യം സ്ഥാപിക്കുന്നവരും ഈ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകൾ, അത് ഉണ്ടാക്കുന്ന ആളുകളും തമ്മിലുള്ള ആ ഒരു യുദ്ധമാണ്, അവർ തമ്മിലുള്ള ഒരു ബന്ധമാണ്, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ആ ഒരു വേർതിരിവാണ് ഈ ഒരു ക്ലാസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. And it determines the level of socialization in a society. ഒരു സമൂഹത്തിൽ സോഷ്യലൈസേഷൻ നിർണയിക്കുന്നത് ഈ ഒരു റിച്ച് ക്ലാസ് അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ് ആണ്. റിച്ച് ക്ലാസ് ആൻഡ് പുവർ ക്ലാസ് എന്ന ഈ ക്ലാസ് ആണ് തീരുമാനിക്കുന്നത് സമൂഹത്തിലെ സോഷ്യലൈസേഷൻ. And it gives the cultural capital to the individual that determine the way of one perceives themselves in a society having different codes.
എന്താ പറയുന്നത്, ഇറ്റ് ഗിവ്സ് കൾച്ചറൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കൾച്ചറൽ ഡോമിനൻസ് പ്രാധാന്യം കൊടുക്കുന്നു, ടു ദ ഇൻഡിവിജ്വൽ ഒരു വ്യക്തിക്ക് ഇത് പ്രാധാന്യം കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന് പ്രാധാന്യം കൊടുക്കുന്നു. ഈ കൾച്ചറൽ ഡോമിനേഷൻ എന്നതാണ് ഈ ക്ലാസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ദാറ്റ് ഡിറ്റർമിൻ ദ വേ വൺ പേഴ്സീവ്സ് ദംസെൽസ് ഇൻ എ സൊസൈറ്റി ഒരു സമൂഹത്തിൽ താൻ ആരാണ് എന്ന് തീരുമാനിക്കുന്നത്. ഹാവിങ് ഡിഫറെന്റ് കോഡ്സ് പല രീതികളിലൂടെ, അതായത് എന്താണ് രീതികൾ എന്ന് പറയുന്നത് ഒന്നുകിൽ ഐഡിയാസ് ആകാം, അല്ലെങ്കിൽ വാല്യൂസ് ആകാം, അല്ലെങ്കിൽ വേൾഡ് വ്യൂ ആകാം, ലോകത്തെക്കുറിച്ചുള്ള കോൺസെപ്റ്റ് ആകാം. അങ്ങനെ പല പല കോഡുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ പല പല ആശയങ്ങളിൽ വ്യത്യസ്തനായിരിക്കുന്ന ജനങ്ങൾ എങ്ങനെയാണ് തങ്ങൾ സമൂഹത്തിൽ കാണപ്പെടുന്നത്, അല്ലെങ്കിൽ തങ്ങൾ എങ്ങനെ സമൂഹത്തിൽ വീക്ഷിക്കപ്പെടുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഡിവിഷൻ ഉണ്ടാകുന്നത്. അതായത് റിച്ച് ക്ലാസ് പുവർ ക്ലാസ് എന്നുള്ള ആ ഒരു ഡിവിഷനെയാണ് ക്ലാസ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് പ്യൂർലി ബേസ്ഡ് ഓൺ വെൽത്ത്, പൊളിറ്റിക്കൽ പൊസിഷൻ ആൻഡ് ബൈ ബർത്ത്. ഈ ഒരു ഡിവിഷൻ ഉണ്ടാകുന്നത് സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ, അതേപോലെ തന്നെ സ്ഥാനമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ, അതേപോലെ ജനന സമുദായം അല്ലെങ്കിൽ ഏത് കാസ്റ്റില് അല്ലെങ്കിൽ ഏത് കമ്മ്യൂണിറ്റിയിലാണ് ജനിച്ചത്, അതിൻ്റെ ഒക്കെ ആ ഒരു ജാതി മതം ഇതൊക്കെ സ്വാധീനിക്കുന്നു. അതിൻ്റെ പേരിൽ ജനങ്ങളെ വിഭജിക്കുന്നതിനെയാണ് ക്ലാസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. Hope you enjoyed it. Thank you.